ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും എളുപ്പം തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് എളുപ്പം തന്നെ വീഡിയോ ഇതിലേക്ക് ഞാൻ ലേശം നെയ്യൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഈ ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് വാഴയിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഒരു ലേശം നമ്മുടെ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് പരത്തിയാലും മതി. ഞാനിപ്പോൾ ഇല വാട്ടിയ ഇലയിലേക്കാണ് പരത്തി കൊടുത്തേക്കുന്നത്. നമുക്ക് ഫ്രഷ് ഇലയിലാണെങ്കിലും പരത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം. ഇനി നമുക്കൊരു തവ വെച്ചിട്ട് നന്നായിട്ട് ലേശം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ തവയിലേക്ക് നമ്മൾ മടക്കി വെച്ച ഇലയും വെച്ചു കൊടുക്കാം. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. നമുക്കൊരു 1 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് 2 തവണ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒറോട്ടി എല്ലാം റെഡിയാവും. ഞങ്ങളിത് ഒറോട്ടി എന്നാണ് പറയുന്നത്. എല്ലാ നാട്ടിലും എന്ത് പേരാ പറയണേന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ പേര് പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പം നമ്മുടെ ഒറോട്ടയൊക്കെ ഞാനൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും നമുക്ക് എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാം അല്ലേ. ഇതിലിപ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്തിട്ടാണെങ്കിലും തയ്യാറാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് തയ്യാറാക്കിയെന്നേ ഉള്ളൂ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ലേശം പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.